ഇന്ന് നമുക്ക് ദേശി ടെസറിൻ്റെ ബേസ് കളറിൽ വന്നിരിക്കുന്ന സാരീസ്, അതായത് ഇത് ദേശി ടെസർ അല്ല, നമുക്ക് ഏകദേശം ഒരു ടെസറിൻ്റെ അതേ ഫീലിൽ നിൽക്കുന്ന, ദേശി ടെസറിൻ്റെ ഒക്കെ ബേസ് കളറിൻ്റെ അതേ ഫീലിൽ നിൽക്കുന്ന അതേ കളറിലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ്. ഒരേ കളറാണ്, ഡിഫറെൻറ്റ് ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു യൂണിഫോം ഓർഡേഴ്സ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കളർ, അതായത് ഇത് നമുക്ക് ബാപ്റ്റിസം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ, ഹൗസ് വാമിങ്, അങ്ങനെ പല ഒക്കേഷൻസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണ്. അപ്പോൾ ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, സിംഗിൾ പീസസ് ആണെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്കും നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഡിസൈൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു സ്ക്വയർ ഡിസൈനിൽ വരുന്ന പാറ്റേൺ ആണ്. സ്ക്വയർ ഡിസൈൻ, ഇതൊരു ത്രെഡ് വീവ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ എല്ലാ സാരീസിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് ഇടുന്ന കൂടെ നമ്പറും കൂടെ ഇടുക. ഈ സാരീസ് എല്ലാം നമുക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് ലിങ്ക് ainsboutique.com ആണ്. വെബ്സൈറ്റിലും ഈ സെയിം സാരി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സാരി നമ്പർ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാരി നമ്പർ 1 ആണിത്. ഇതിനകത്ത് ഇങ്ങനെ സ്ക്വയർ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ മുന്താണി ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈനാണ്. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. നമുക്ക് ഏത് ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന സാരി. അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും ഇതേപോലെയാണ് ബ്ലൗസ്. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്ട്രൈപ്സ് പാറ്റേൺ, ഒരു ജൂട്ടിൻ്റെ, ഒരു സെമി ജൂട്ടിൻ്റെ ഒക്കെ പോലെയാണ്. അതിനകത്ത് ബോർഡർ ഇങ്ങനെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ വരും. എല്ലാ സാരീസിൻ്റെയും ബ്ലൗസും മുന്താണിയും ഇതേ പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാ സാരീസിൻ്റെ ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് സൈഡിലും ഇതിന് ബോർഡേഴ്സും വരും. രണ്ട് സൈഡിലും ബോർഡേഴ്സ്, ത്രെഡ് വീവിൻ്റെ ബോർഡറാണ്. അപ്പോൾ ഒട്ടും ഇങ്ങനെ ഗോൾഡോ അങ്ങനെ കസവോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് ഒക്കേഷനും ഉപയോഗിക്കാം. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഷോപ്പിൽ നിന്നാണെങ്കിലും നന്നായിട്ട് പോകുന്ന ഒരു സാരീസാട്ടോ. നമ്മുടെ ദേശി ടസറിൻ്റെ ആ ബേസ് കളറിൽ വരുന്ന ഒരു സാരി, അതായത് ക്രീമും അല്ല ബേജും അല്ല, രണ്ടിൻ്റെയും കൂടെയൊക്കെ മിഡിലിൽ നിൽക്കുന്ന ഒരു കളറാണ്. സാരി നമ്പർ 1. അടുത്തത് വരുന്ന സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും കളർ സെയിം തന്നെ, ഡിസൈനിൽ മാത്രമുള്ള ഡിഫറൻസ്. ഇതാണ് സാരി നമ്പർ 2. ബ്ലൗസും മുന്താണി എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന സാരീസാണ് കേട്ടോ. നമ്മളൊരു ദേശി ടസറിൻ്റെ സാരി കൊടുത്ത അതേ ഫീലിൽ നിൽക്കുന്ന സാരീസാണ്. സാരി നമ്പർ 2. ഇതിൻ്റെ ത്രെഡിൻ്റെ വീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേസ് കളറിനേക്കാളും ഒരു 1 ടോൺ ഡാർക്കറേ ഉള്ളൂ ത്രെഡിൻ്റെ വീവ്. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ടൊന്നും നിൽക്കുന്ന ഷെയ്ഡല്ല. ഇതൊന്നും നല്ല സറ്റിലായിട്ടുള്ള ഷെയ്ഡ്സാണ്. സാരി നമ്പർ 2. 2850 ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് സാരി നമ്പർ 3. സാരി നമ്പർ 3. സാരി നമ്പർ 3യുടെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സാരി നമ്പർ 3 2850. സാരി നമ്പർ 4 വരുമ്പോഴും ഇതേപോലെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 4. സാരി നമ്പർ 4. ഇതൊരു ത്രെഡ് വീവ് ആണ് കേട്ടോ. ഈ ബോഡിയെ കൂടെ വന്നിരിക്കുന്ന ത്രെഡ് വീവ് ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലോ അങ്ങനെയല്ല. ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. നല്ല 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം. സാരി നമ്പർ 4. 2850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സാരി നമ്പർ 5 വരുമ്പോൾ 5ൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. സാരി നമ്പർ 5. സാരി നമ്പർ 5. ഇതിന് നമുക്കൊരു പേളൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല രസമായിരിക്കും. കണ്ണ് കാണുമ്പോഴും നല്ല പേളിൻ്റെ കമ്മലും ഒരു മാലയൊക്കെ സെറ്റ് ചെയ്തിട്ടാൽ നല്ല രസമാണ്. സാരി നമ്പർ 6. 6ൻ്റെ ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേൺ ആണ്. സാരി നമ്പർ 6.
സാരി നമ്പർ 7 വരുമ്പോഴും ഒരു സ്ക്വയർ പാറ്റേൺ തന്നെ. സാരി നമ്പർ 7. ത്രെഡ് വീവ് ഡിസൈൻ വന്നിട്ട് ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേൺ. സാരി നമ്പർ 7. ഈ ഒരു കളർ സാരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പല ഒക്കേഷൻസിന് നമുക്ക് ഉപയോഗിക്കാം. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ബോഡിയിൽ വന്നിരിക്കുന്നത് മുഴുവൻ. ഇതിൻ്റെയൊക്കെ എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ പോർഷനിലാണ് കേട്ടോ. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ലോവർ പോർഷനിൽ, ബാക്കിയെല്ലാം ഫസ്റ്റ് കുത്തുന്ന ഭാഗത്ത് മാത്രം വർക്ക് ഉണ്ടാവില്ല, ബാക്കി എല്ലായിടത്തും ഈ സെയിം വർക്കാണ് കേട്ടോ. ഉണ്ട്. എൻ്റെ ബാക്കി എല്ലായിടത്തും ഇതേപോലെയാണ് വരുന്നത്. ഫുൾ ബോഡിയിൽ ഇങ്ങനെ വരും. എന്നിട്ട് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രം ലോവർ ഹാഫിൽ, സാധാരണ എല്ലാ എംബ്രോയിഡറി സാരീസിനും വരുന്ന പോലെ തന്നെ. 2850 സാരി നമ്പർ 8. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ദേശി ടസറിൻ്റെ ബേസ് കളറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ, അതായത് ഒരു സെമി ദേശി ടസർ എന്നൊക്കെ പറയാം, അതേപോലെ അതേ ഒരു ഫീലിലാണ് നിൽക്കുന്നത്. 2850 റേഞ്ചിൽ വരുന്ന സാരീസാണ്. ഞാൻ ദേശി ടസറിൻ്റെ അതേ ഫീലിൽ ദേശി ടസർ അല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. സെമിയിൽ വരുന്നതാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന സാരീസും റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഇതെല്ലാം. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.